നമസ്കാരം. അമേരിക്കയിലെ ടെക്സാസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 109 കവിഞ്ഞു. 160 പേരെ ഇപ്പോഴും കാണാനില്ല എന്നാണ് വിവരം. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നതായി അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. കെർ കൗണ്ടിയിൽ ഗ്വാഡലബ് നദിക്കരയിലെ സമ്മർ ക്യാമ്പിൽ നിന്ന് കാണാതായ കുട്ടികളെയും ഒരു കൗൺസിലറെയും ഇനിയും കണ്ടെത്താനായിട്ടില്ല. സെൻട്രൽ ടെക്സാസിലെ വിവിധ ഇടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് പ്രദേശമാകെ ചെളി നിറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി കൂടിയാണ്. സൈന്യത്തിൻ്റെ ഡ്രോണുകളും വിമാനങ്ങളും ഉപയോഗിച്ചാണ് പ്രധാനമായും തിരച്ചിൽ നടത്തുന്നത്. ഇതുവരെ 850-ലധികം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പ്രളയബാധിത മേഖല US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച സന്ദർശിക്കുന്നതായിരിക്കും. അതേസമയം കനത്ത മഴയും വെള്ളപ്പൊക്കവും ഇനിയും ഉണ്ടായേക്കാമെന്ന് കാലാവസ്ഥാ വിഭാഗം വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയ്ക്ക് പിന്നാലെ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മധ്യ ടെക്സസിൽ പ്രളയം ഉണ്ടായത്. അതിശക്തമായ മഴ പെയ്തതിന് ശേഷം ഗ്വാഡലബ് നദി അപ്രതീക്ഷിതമായി കര കവിഞ്ഞതാണ് ദുരന്തത്തിൻ്റെ ആക്കം കൂട്ടിയത്. 1000-ലധികം പേരെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. മിന്നൽ പ്രളയത്തെ തുടർന്ന് നിരവധി വീടുകളും മരങ്ങളും വാഹനങ്ങളും വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി. വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കും എന്നതിനാൽ തന്നെ കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. എന്തിനും സജ്ജമായിരിക്കാനാണ് അധികൃതർ പ്രദേശവാസികൾക്കാകെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വേനൽക്കാല ക്യാമ്പിൽ, അതായത് ക്യാമ്പ് മിസ്ട്രിക്കിൽ പങ്കെടുത്തവരിൽ 27 പെൺകുട്ടികളും ജീവനക്കാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു സ്ഥിരീകരിച്ചിരുന്നത്. 5 ക്യാമ്പർമാരെയും ഒരു മുതിർന്ന വ്യക്തിയെയും ഇപ്പോഴും കാണാനില്ല. ജലനിരപ്പ് ഉയർന്നതോടെ ന്യൂ മെക്സിക്കോയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 170 പേർക്കായുള്ള തിരച്ചിലാണ് തുടരുന്നത്. കൃത്യമായ അപായ സൂചനകൾ നൽകിയില്ല എന്ന വിമർശനങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. കൂടാതെ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി ട്രംപ് നടത്തിയ കൂട്ടപ്പെരിച്ചുവിടൽ കാലാവസ്ഥാ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളെയും പ്രളയ മുന്നറിയിപ്പിനെയും സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന ശക്തമായ വിമർശനമാണ് അവിടെ ഉയരുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ അതത് സംസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന ട്രംപിൻ്റെ നയത്തിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉള്ളത്. എന്നാൽ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ദുരന്തമാണ് ഉണ്ടായത് എന്നാണ് ട്രംപ് വെളിപ്പെടുത്തുന്നത്. അതേസമയം കനത്ത മഴയും വെള്ളപ്പൊക്കവും ഇനിയും ഉണ്ടായേക്കാമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വീണ്ടും ശക്തമായ മഴയ്ക്ക് പിന്നാലെ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ടെക്സസിൽ, അതായത് മധ്യ ടെക്സസിൽ ഈ ഒരു പ്രളയം ഉണ്ടാകുന്നത്. സൈന്യത്തിൻ്റെ ഡ്രോണുകളും വിമാനങ്ങളും ഉപയോഗിച്ചാണ് പ്രധാനമായും തിരച്ചിൽ നടത്തുന്നത്. ഇതുവരെ 850-ലധികം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 1000-ലധികം പേരെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മിന്നൽ പ്രളയത്തെ തുടർന്ന് നിരവധി വീടുകൾ ഇപ്പോഴും എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാമെന്ന നിലയിലാണ്. ഈ ഒരു അപായ സൂചന കൂടി അധികൃതർ നൽകുന്നുണ്ട്. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകാനും ഇവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തമായതിനാൽ തന്നെ ഏത് നിമിഷവും അപകടമുണ്ടാകാം, വലിയ രീതിയിലൊരു അപകടം ഉണ്ടാകാമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് അധികൃതർ.